ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുൽഫിയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും മൂന്ന് ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള, അതും ആ 3 ചേരുവകൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള 3 കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് 3 ചേരുവകൾ വെച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ ഒരു കുൽഫി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 കഷ്ണം ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കുൽഫിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒന്ന് തന്നെയാണ് ബ്രെഡ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെഡിൻ്റെ സൈഡുകളിലുള്ള ഈ ക്രസ്റ്റ് എന്നാണ് ഇതിനെ പറയുക, അല്ലെങ്കിൽ അരുക്കൾ, അത് ഞാൻ ഈ ഒരു എന്താ പറയുക മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഇത് ചേർത്തുമ്പോൾ ഇപ്പം ക്രസ്റ്റ് എപ്പോഴും ഒരു ബ്രൗൺ കളറല്ലേ, അപ്പോൾ നമ്മളിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ക്രസ്റ്റോട് കൂടെ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുൽഫിയൊക്കെ അവസാനം ആയി വരുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു കളറിന് വ്യത്യാസം വരും. അപ്പോൾ ഈ ബ്രെഡിൻ്റെ തന്നെ ഉള്ള വൈറ്റ് ഭാഗം എടുക്കുമ്പോഴത്തേക്കും നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് ഇരിക്കും നമ്മുടെ ഒരു കുൽഫി. അതുകൊണ്ടാണ് നമ്മൾ ബ്രെഡിൻ്റെ വൈറ്റ് മാത്രം എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ക്രസ്റ്റ് കളയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതൊന്നും ഒരു പാത്രത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ടൊന്നും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിൽ അടച്ചു വെച്ചിരുന്ന നല്ലൊരു അടിപൊളി ബ്രെഡ് ക്രംസ് ആണ്. അതൊരു 2 മാസം വരെ ഈ ബ്രെഡ് ക്രംസ് ഒരു കുഴപ്പം കൂടാതെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബ്രെഡ് ക്രംസ് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കളയണ്ട. അപ്പോൾ നമുക്കിനി അടുത്തത് ചെയ്യാനുള്ളത്, ഈ 3 ബ്രെഡിൻ്റെ സ്ലൈസസ് ഞാൻ ചെറുതായിട്ട് ഒന്ന് മുറിച്ചിടുന്നുണ്ട്. അതിനെടുത്തിരിക്കുന്നത് മിക്സിയുടെ വലിയ ജാറാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാനതൊന്ന് മുറിച്ചിട്ടിട്ട് വരാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി സമയം എടുക്കൊന്നുമില്ല, ഒരു 50 സെക്കൻഡ് മാക്സിമം അത്ര എടുക്കത്തുള്ളൂ. ഈ ഒരു മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുള്ള ബ്രെഡ് ക്രംസ് പൊടിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിനകത്തോട്ട് 1/2 ലിറ്ററോളം ഉള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ എടുക്കുന്ന പാല് ഫുൾ ഫാറ്റ് മിൽക്ക് ആയിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ മുന്നും ഇതുപോലൊരു റെസിപ്പിയിൽ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഈ ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന്. ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മൾ ഈ മിൽമേഡൊക്കെ മേടിക്കുന്നതൊക്കെ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം മെൻഷൻ ചെയ്യും അതൊരു സെമി സ്കിംഡ് ആണ്, ലോ സ്കിംഡ് ആണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫുൾ ഫാറ്റ് എടുക്കുക, എങ്കിലാണ് ഈ കുൽഫി ഐസ്ക്രീമിനൊക്കെ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം ഞങ്ങളിവിടെ കുറച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണിന് പകരം നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ടാണ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 3 ചേരുവകൾ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണ്: ബ്രെഡ്, പഞ്ചസാര, പാല്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം ലോക്ക്ഡൗൺ സമയമാണ്, പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഐസ്ക്രീം കഴിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അതായത് ഇതുപോലത്തെ കുൽഫി ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ഐസ്ക്രീമായിട്ടും കഴിക്കാൻ പറ്റും. ഐസ്ക്രീമിൻ്റെ സെയിം റെസിപ്പി തന്നെയാണ്. ഇതിപ്പോൾ കുൽഫി ആയതുകൊണ്ട് അല്പം തരിതരികളോട് കൂടിയാണ് നമുക്ക് ഈ ഒരു കുൽഫി കഴിക്കാൻ പറ്റുക. അതേസമയം ഇത് തന്നെ ഒരു ഐസ്ക്രീം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പിന്നീട് പറയാം. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്, അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച്, അതായത് ഇപ്പം എന്തെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർത്തുന്ന നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീമായിട്ട് മാറും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു. നമുക്ക് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ടോ, നല്ലൊരു കുറുകിയിട്ടുള്ളൊരു ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇച്ചിരി കൂടെ ക്ലിയറായി കാണാൻ. അപ്പോൾ കുറുകി വരുന്ന പരുവം എപ്പോഴും ഇതൊന്ന് ഇത് തീർച്ചയായിട്ടും ഒന്ന് കാണണം. ഒത്തിരി ലൂസാവാൻ പാടില്ല, കാരണം നമ്മളിത് മിക്സിയിലൊന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല, കറക്റ്റായിട്ടിരിക്കണം. അപ്പോൾ ഇനി ഇത് ഞാൻ കുൽഫി ആയിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുൽഫിയുടെ ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിലുള്ള 3 ഗ്ലാസിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കാം. പിന്നെ കുൽഫിക്ക് ആ പിടിക്കാനുള്ള സാധനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പോപ്പ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്.
ഇത് മുന്നേ ഞാൻ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചപ്പോൾ ലോലിപോപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഒരു ചോപ്സ്റ്റിക്കാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ നമ്മൾ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു ചോക്കോ ബാറിൻ്റെ ഒക്കെ ചോക്കോ സ്റ്റിക്കൊക്കെ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ 3 സ്റ്റിക്ക് അല്ലെങ്കിൽ ഈ സ്റ്റിക്കുകളൊക്കെ നമുക്ക് പുറത്തുനിന്നും മേടിക്കാൻ കിട്ടും. ഇനി അടുത്തത് ഞാൻ ഓരോ ഗ്ലാസ്സിനകത്തോട്ടും ഇതിങ്ങനെ നിറച്ച് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിറച്ച് വെക്കുന്നുണ്ടെന്ന് മാത്രമല്ല കേട്ടോ, കാരണം ചെറുതായിട്ട് ചൂടുണ്ട്. അപ്പോൾ ഞാൻ ചൂടോടുകൂടെ തന്നെയാണ് നിറച്ച് വെക്കുന്നത്. പക്ഷേ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഫ്രീസറിനകത്തോട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 ഗ്ലാസ്സുകളും ഒന്ന് നിറച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ 3 ഗ്ലാസ്സുകളിലും നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം പോലെയോ അല്ലെങ്കിൽ ഇതൊരു കുഞ്ഞ് ബൗളായതുകൊണ്ട് ഇതിനകത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാവുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം കൂടെ ഞാൻ നിറച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു 4 അതായത് 3 കുൽഫി പോലത്തെ ഷേപ്പിലിരിക്കുന്നതും ഒരു ഐസ്ക്രീം ബൗളിലെ പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് എങ്ങനെയാണ് ആ ഒരു സ്റ്റിക്ക് കുത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് ടൈറ്റായിട്ട് തന്നെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റാമെന്ന്. ഫോയിൽ പേപ്പർ ഇല്ല അല്ലെങ്കിൽ ഒന്നും ഇതുപോലെ മൂടി വെക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ നടുക്ക് തന്നെ ഒരു സ്റ്റിക്ക് അങ്ങ് കുത്തി വെച്ചാൽ മതി. മൂടി വെക്കണം എന്നില്ല. പക്ഷെ അതെന്തുകൊണ്ടാണ് മൂടി വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുമ്പോഴത്തേക്കും ഫ്രീസറിനകത്തുള്ള ഐസ് ക്രിസ്റ്റൽസ് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ മേലെ വന്ന് കെടുക്കും, നമ്മൾ മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം ഇതിപ്പോൾ മൂടി വെച്ചതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഐസ് ക്രിസ്റ്റൽസ് വീണാൽ തന്നെയും ഈ ഒരു ഫോയിൽ പേപ്പറിൻ്റെ മേലെ അങ്ങ് വീണോളും, നമ്മുടെ ഐസ്ക്രീമിനകത്തോട്ട് വരത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇനി അതൊന്നുമില്ല, വേറെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ തുറന്ന് വയ്ക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ നടുക്കിൽ ചെറുതായിട്ട് ഒരു കത്തി വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു പോപ്പ് സ്റ്റിക്ക് അതിനകത്തോട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനോട്ട് കുത്തി കൊടുക്കുമ്പോഴത്തേക്കും അത് മുട്ടി നിൽക്കുന്ന രീതിയിൽ, അതായത് ആ പാത്രത്തിൻ്റെ താഴെ മുട്ടി നിൽക്കുന്ന രീതിയിൽ വെക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ സ്റ്റിക്കിൻ്റെ ഒരു ഭാഗം പുറത്തോട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആ ഒരു ഇച്ചിരി മുട്ടി നിൽക്കാതെ കുറച്ചങ്ങ് മേലോട്ടേക്ക് അങ്ങ് പൊക്കി വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ അടുത്തത് ഐസ്ക്രീമിൻ്റെ ആ പാത്രം കൂടെ ഞാനിതുപോലെ തന്നെ മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ ഞാനൊരു 7 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 7 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒത്തിരി നേരം വെക്കേണ്ട കാര്യമില്ല. ഒരു 8, 9, 10 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോവും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്കൊരു 7 മണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് 7 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഫോയിൽ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ ബ്രെഡ് കുൽഫി ഇവിടെ റെഡിയാണ്. അപ്പോൾ നോക്കിക്കേ, കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉള്ളതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇത് വിട്ടു പോരാന്നുള്ളത്. ഞാനിപ്പോൾ ചെയ്യാറുള്ളത് നമ്മുടെ 2 കൈക്കുള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കൈയുടെ ചൂടൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു 2 മിനിറ്റോളം നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഊരിയെടുക്കാൻ പറ്റും. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് ഒരു ചെറു ചൂട് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കുൽഫി ഇതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഞാൻ കുറച്ചൊരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് അല്പം പിസ്ത ഇതുപോലെ ഒന്ന് എന്താ പറയുക ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊരു ഫോട്ടോയുടെ ഭംഗിക്കൊക്കെ വേണ്ടി എടുത്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെറും 3 ചേരുവകൾ മാത്രം മതി. അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം കൂടെ പറയണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.